അവർക്ക് ഓഫീസിലാണോ? അല്ല, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ പിന്നെ എന്തിനാ പൃഥ്വി എപ്പോഴും പോകുന്നേ? അത് ചില കസ്റ്റംസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പിന്നെ കുറെ നിയമപ്രശ്നങ്ങളൊക്കെ ഉള്ള ലോഡുകൾ വരും. അതെന്താ, കള്ളക്കടത്താണോ? ഇതെന്റെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹ. അതാ നിങ്ങൾ മോഷ്ടിച്ചത്. ഞങ്ങൾക്കതൊന്നും അറിയില്ല സർ. ഞങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തു. കേറ്. ഞാൻ സഞ്ജയുമായി സംസാരിച്ചു. ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത്? അപ്പോ കസ്റ്റംസ് ഓഫീസർ സാമുവലിനെ നമുക്ക് ട്രാക്ക് ചെയ്യണം. അതെ. വേണ്ടി വന്നാൽ അയാളെ ചോദ്യം ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ വാങ്ങണം. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ജോർജ് സാറുമായിട്ട് കോർഡിനേറ്റ് ചെയ്തോളാം. ഹലോ. ആ, എന്തായി കാര്യങ്ങള്? അവര് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഗുഡ്. ഇനി 4 വിഗ്രഹങ്ങൾ കൂടി എടുക്കാനുണ്ട്. എല്ലാം ഒരുമിച്ച് വേണം ഷിപ്പ് ചെയ്യാൻ. അതുവരെ നല്ല ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായി, ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഐ വിൽ കോൾ യു. ശരി, ഓക്കെ. ശരി ശരി, ഓക്കെ. ഞാൻ വീട്ടിലെത്തി, വിളിച്ചോളാം. പൃഥ്വി എവിടെയായിരുന്നു? ഞാൻ ബിസിനസിന്റെ ഓരോ തിരക്കിലായിരുന്നു. ഞാൻ അറിയാതെ എന്ത് ബിസിനസ്സാ പൃഥ്വി ചെയ്യുന്നേ? ഇങ്ങനെ രാവും പകലും കിടന്നോടാൻ എന്താ കാര്യമെന്ന് പറ. പൃഥ്വി ഇന്ന് ചാനലിൽ പോയിട്ടില്ല. ഞാൻ വിളിച്ചു ചോദിച്ചതാ. എടോ, ഞാൻ ലോജിസ്റ്റിക് ബിസിനസിന്റെ കാര്യത്തിന് പോയതാ. അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന് പൃഥ്വി പറയുന്നതല്ലാതെ അതിന്റെ ഒരു ഡീറ്റെയിൽസും ഇവിടെ ആർക്കും അറിയില്ല. എടോ, ഷിപ്പിലും ഫ്ലൈറ്റിലും ഒക്കെ പാഴ്സലുകൾ അയക്കുകയും പല സ്ഥലങ്ങളിലേക്ക് ലോഡുകൾ കണ്ടെയ്നറുകളിൽ വിടുന്ന ഒരു ബിസിനസ്സാണ്. കൊറിയർ ആണോ? കുറച്ചുകൂടി വലിയ ലോഡുകളാണ്. അത് വാങ്ങുന്നതും കൊണ്ടുകൊടുക്കുന്നതും പൃഥ്വിയാണോ? അല്ല. അപ്പൊ അതിനൊക്കെ സ്റ്റാഫ് ഉണ്ടോ? ഉണ്ട്. അവർക്ക് ഓഫീസിലാണോ? അല്ല, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ പിന്നെ എന്തിനാ പൃഥ്വി എപ്പോഴും പോകുന്നേ? അത് ചില കസ്റ്റംസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പിന്നെ കുറെ നിയമപ്രശ്നങ്ങളൊക്കെ ഉള്ള ലോഡുകൾ വരും.
അതെന്താ, കള്ളക്കടത്താണോ? ഏയ്, അതൊന്നുമല്ല. നല്ല ലാഭം കിട്ടുന്നുണ്ടോ? ഉണ്ട്. എന്നിട്ട് ആ പണമൊക്കെ എവിടെ? അത് എന്തെങ്കിലും ആവശ്യത്തിന് കാശെടുത്താ ഉടനെ പൂർണിമ ചേച്ചി ക്യാഷ് ഡെബിറ്റ് ആയി എന്നുള്ള മെസ്സേജ് മുക്കി പിടിച്ചോണ്ട് വരുന്ന എന്തിനാ? നമ്മുടെ ഈ ബിസിനസ് ബഡ്ഡിംഗ് സ്റ്റേജിലാ. ഞാൻ മുടക്കിയ ഇനിഷ്യൽ ക്യാപിറ്റൽ പലതും ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാ. ഇപ്പൊ ഞാനത് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുക. വലിയ താമസമില്ലാതെ കടമെല്ലാം തീരും. പിന്നെ കിട്ടുന്ന ലാഭമെല്ലാം തനിക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ടൊക്കെ കിട്ടും. ആരും മെസ്സേജ് കൊണ്ട് വരികയില്ല, തന്നെ ഒന്നും പറയേയില്ല. പോരെ? പോരാ. ഇനി എന്താ തനിക്ക് വേണ്ടത്? ആ കിരണും ദുർഗയും എത്ര സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നെന്നറിയോ? അവരെപ്പോഴും ഒന്നിച്ചുണ്ട്. അവർ പുറത്തു പോകുന്നുണ്ട്, ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് മാത്രം ഒന്നുമില്ല. എപ്പോഴും ഈ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം. അതിന് പരിഹാരം ഉണ്ടാക്കാം. നമ്മളിതാ ഇപ്പോ ഡിന്നറിന് പോകുന്നു. നല്ലൊരു സ്റ്റാർ ഹോട്ടലിൽ നല്ലൊരു ഉഗ്രൻ ഡിന്നർ. ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ താ പോയി റെഡിയാക്കിയോ? ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ റെഡിയാവാം. ഞാൻ എങ്ങനെ വരാനാ മോളെ? അവിടെ വന്ന ശരിയാവില്ല. സ്കൂൾ തുറക്കുമ്പോ പപ്പ അങ്ങോട്ട് വരാം. അപ്പൊ അവിടെ വെച്ച് കാണാം. പറയുന്നത് കേക്കുമോളെ. മോളെ പിണങ്ങാതെ. പപ്പ പറഞ്ഞല്ലോ വരാം. പപ്പ പറയുന്ന കേക്കുമോളെ. മുത്തശ്ശി, ധോനി അവളുടെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വരും. എന്തിൻ്റെ പേരിലാണെങ്കിലും അവളുടെ അച്ഛൻ ഇങ്ങനെ അവളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് വലിയ കഷ്ടമാണ്.